ഇംഗ്ലീഷ് നോട്ട്ബുക്കിൻ്റെ മറ്റൊരു ആകർഷകമായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വാക്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശരിയായ വാക്യഘടന ഉപയോഗിക്കുന്നത് വളരെ പ്രധാനമാണ്. മലയാളത്തിൽ സാധാരണയായി ഒരു വാക്യത്തിൽ ആദ്യം സബ്ജക്റ്റും അതിനുശേഷം ഓബ്ജക്റ്റും അവസാനം വെർബുമാണ് വരുന്നത്. ഉദാഹരണത്തിന്, ഞാനൊരു കാർ വാങ്ങി. അതിൽ ഞാൻ എന്നത് സബ്ജക്റ്റ്, ഒരു കാർ എന്നത് ഓബ്ജക്റ്റ്, വാങ്ങി എന്നത് വെർബ്. ഇംഗ്ലീഷിൽ അത് സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് ക്രമത്തിലാണ് വരുന്നത്. ഉദാഹരണത്തിന്, ഐ ബോട്ട് എ കാർ. ഐ എന്നത് സബ്ജക്റ്റ്, ബോട്ട് എന്നത് വെർബ്, എ കാർ എന്നത് ഓബ്ജക്റ്റ്. ഒരു വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ SOV അല്ലെങ്കിൽ SVO ഘടന സഹായിക്കുന്നു. ഇതാ ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ നൽകിയിട്ടുള്ളത് നോക്കുക. സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലിക്കുന്ന തുടക്കക്കാർക്ക് ഈ ഘടന മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഒന്നാമത്തെ വാക്യം നമുക്ക് പരിശോധിക്കാം. ഞാനൊരു കാർ വാങ്ങി. അതിൽ ഞാൻ എന്നത് സബ്ജക്റ്റ്, ഒരു കാർ എന്നത് ഓബ്ജക്റ്റ്, വാങ്ങി എന്നത് വെർബ്. അതിൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ്: ഐ ബോട്ട് എ കാർ. ഐ എന്നത് സബ്ജക്റ്റ്, ബോട്ട് എന്നത് വെർബ്, എ കാർ എന്നത് ഓബ്ജക്റ്റ്. അപ്പോൾ അവിടെ വെർബും ഓബ്ജക്റ്റും മലയാളവും ഇംഗ്ലീഷും പരിശോധിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നു. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ എന്നത് സബ്ജക്റ്റ്, നിന്നെ എന്നത് ഓബ്ജക്റ്റ്, സഹായിക്കാമെന്നത് വെർബ്. അത് ഇംഗ്ലീഷിലാകുമ്പോൾ ഐ വിൽ ഹെൽപ്പ് യു എന്നാകും. ഐ സബ്ജക്റ്റ്, വിൽ ഹെൽപ്പ് വെർബ്, യു ഓബ്ജക്റ്റ്. അപ്പോൾ വിൽ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സഹായക്രിയയും കൂടി ചേർന്ന് വന്നിട്ടുണ്ട് വെർബിനോടൊപ്പം. മൂന്നാമത്തെ ഉദാഹരണം, ഞങ്ങൾ ചോറ് കഴിക്കുന്നു. ഞങ്ങൾ സബ്ജക്റ്റ്, ചോറ് ഓബ്ജക്റ്റ്, വെർബ് കഴിക്കുന്നു. അത് ഇംഗ്ലീഷിലാകുമ്പോൾ വി ഈറ്റ് റൈസ് എന്നാകുന്നു. വി സബ്ജക്റ്റ്, ഈറ്റ് വെർബ്, റൈസ് ഓബ്ജക്റ്റ്. ഇനി അടുത്ത ഉദാഹരണം, രാമൻ പന്ത് തട്ടി. ഇതിൽ രാമൻ സബ്ജക്റ്റ്, പന്ത് ഓബ്ജക്റ്റ്, തട്ടി വെർബ്. അത് ഇംഗ്ലീഷിലാകുമ്പോൾ രാമൻ കിക്ക്ഡ് ദ ബോൾ. അവിടെ രാമൻ സബ്ജക്റ്റ്, കിക്ക്ഡ് വെർബ്, ദി ബോൾ ഓബ്ജക്റ്റ്. ഇനി അടുത്ത ഉദാഹരണം, സലീം ഒരു പുസ്തകം വായിക്കുന്നു. ഇതിൽ സലീം സബ്ജക്റ്റ്, ഒരു പുസ്തകം ഓബ്ജക്റ്റ്, വായിക്കുന്നു വെർബ്. ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സലീം ഈസ് റീഡിങ് എ ബുക്ക് എന്നാകും. അവിടെ സലീം സബ്ജക്റ്റ്, ഈസ് റീഡിങ് വെർബ്, എ ബുക്ക് ഓബ്ജക്റ്റ്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. എല്ലായ്പ്പോഴും, അത് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും, ഈ ഘടനയിൽ തന്നെ വാക്യങ്ങൾ രൂപപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ജനറലായ തത്വം പറഞ്ഞു എന്ന് മാത്രം.